ഗാന്ധിജിയെ വധിച്ച ശക്തികളുടെ രാഷ്ട്രീയം പേറുന്ന BJP തമ്മിൽ കൈകോർക്കുന്ന ഈ കാഴ്ച ഇതാദ്യമല്ല. പലപ്പോഴും അത് കേരളം കണ്ടിട്ടുണ്ട് നേരത്തെ. അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. എന്താണതിൻ്റെ അടിത്തറ? ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് കാരണം വേണമല്ലോ. എന്താണതിൻ്റെ കാരണം? അതിൻ്റെ കാരണം കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ നയിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കോൺഗ്രസ് BJP ഐക്യം രൂപപ്പെടുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അതിനെ തുറന്നു കാണിക്കുന്നുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിശുദ്ധ കൂട്ടായ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ LDFനോടൊപ്പം വലിയ തോതിൽ പുതിയ ജനവിഭാഗങ്ങൾ അണിചേരുന്ന കാഴ്ച എല്ലായിടത്തും കാണും. പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷാവകാശങ്ങളെ ഇടതുപക്ഷം കാണുന്നത് ഒരു വോട്ട് വിഷയമായിട്ടല്ല. വോട്ട് വരട്ടെ, വോട്ട് പോകട്ടെ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ന്യൂനപക്ഷാവകാശങ്ങൾ ജനാധിപത്യ അവകാശങ്ങളുടെ അലംഘനീയമായ ഭാഗമാണ്. അല്ലാതെ അതൊരു മതപ്രശ്നമല്ല, ഒരു വോട്ട് പ്രശ്നവുമല്ല. ജനാധിപത്യ ആശയങ്ങളുടെയും അടിത്തറയുടെയും ഭാഗമായിട്ട് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ന്യൂനപക്ഷാവകാശങ്ങൾ മാനിക്കപ്പെടുന്നു. ഇന്ത്യയിൽ BJP വാഴ്ചയിൻ കീഴിൽ ന്യൂനപക്ഷാവകാശങ്ങൾ നിരന്തരമായി വേട്ടയാടപ്പെടുന്നു. വലിയ തോതിലുള്ള ന്യൂനപക്ഷ മുന്നേറ്റം നമ്മൾ കാണുന്നത് BJP കോൺഗ്രസ് സഖ്യത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ സ്വാഭാവിക ബന്ധുക്കളായി ന്യൂനപക്ഷ വോട്ടർമാർ ഇന്ന് കൂടിയ അളവിൽ ഇടതുപക്ഷത്തെ കാണുന്നു. BJP അവിടെ ഒരു നെറികെട്ട തന്ത്രം കളിച്ചു.